നമസ്കാരം. മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും ഇംഗ്ലീഷിൽ എഴുതുവാനും പഠിപ്പിക്കുന്ന മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് ഒരുക്കുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആറിനോടൊപ്പം വേർബ് പ്ലസ് ING ചേർത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യങ്ങൾ ഉണ്ടാക്കാം, അതിന് എങ്ങനെ ഉത്തരം നൽകാം, ഇതാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ആറിനോടൊപ്പം പോകുന്ന സബ്ജക്റ്റ് യു അല്ലെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റ്. വേർബിനോടൊപ്പം ING ചേർക്കുമ്പോൾ കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം വരുന്നു. ഉപയോഗിക്കേണ്ട സമയവാക്കുകൾ തുടർച്ചയായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സമയവാക്കുകൾ. ഒരു ഉദാഹരണം: അവർ ഇപ്പോൾ ആരെപ്പറ്റിയാണ് പരദൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പരദൂഷണം നടത്തുക. ഗോസിപ്പ്. GOSSIP. ING ചേർക്കുമ്പോൾ P ഡബിൾ ആവുന്നു. PPING. ആരെ? whom are they gossiping about now? അവരുടെ അയൽവാസികളെ പറ്റിയാണ്. They are gossiping about their neighbors now. ഈ ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂത്രവാക്യം. ഏറ്റവും ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് R പ്ലസ് പ്ലൂരൽ സബ്ജക്റ്റ് പ്ലസ് verb plus ING plus noun plus question mark. Whom are they gossiping about now? Answer formula: plural subject plus R plus verb plus ING plus noun. They are gossiping about their neighbors now. ഏതാനും ഉദാഹരണങ്ങൾ. നിന്റെ ബന്ധുക്കൾ ഈ ആഴ്ച എവിടെയാണ് തങ്ങുന്നത്? തങ്ങുക. ഹോൾട്ട്. ബന്ധുക്കൾ റിലേറ്റീവ്സ്. വേർ ആർ യുവർ റിലേറ്റീവ്സ് ഹോൾട്ടിംഗ് ദിസ് വീക്ക്? ഒരു വാടക വീട്ടിലാണ്. മൈ റിലേറ്റീവ്സ് ആർ ഹോൾട്ടിംഗ് ഇൻ എ റെന്റഡ് ഹൗസ് ദിസ് വീക്ക്. ഈ ദിവസങ്ങളിൽ പാർട്ട് ടൈം ജോലിയിലൂടെ നീ എത്രമാത്രം ഒരു ദിവസം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? സമ്പാദിക്കുക. ഏൺ. EARN. ഹൗ മച്ച്? എത്രമാത്രം. ഹൗ മച്ച് ആർ യു ഏർണിംഗ് ഫ്രം യുവർ പാർട്ട് ടൈം ജോബ് ദീസ് ഡേയ്സ്? ദിവസം 500 രൂപ. ഐ ആം ഏർണിംഗ് 500 rupees per day from my part-time job these days. ഈ പട്ടികൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് കുരച്ചുകൊണ്ടിരിക്കുന്നത്? കുരയ്ക്കുക. ബാർക്ക്. Why are these dogs barking now? ഭക്ഷണത്തിന് വേണ്ടിയാണ്. For food.
These dogs are barking for food now. നമ്മുടെ അയൽ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് എന്താണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്? കയറ്റുമതി ചെയ്യുക, എക്സ്പോർട്ട്. അയൽ രാജ്യങ്ങൾ, നെയ്ബറിംഗ് കൺട്രീസ്. What are our neighboring countries exporting to India now? Our neighboring countries are exporting electronic gadgets to India now. ഈ ദിവസങ്ങളിൽ നീ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ എന്താണ് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്യമിടുക, എയിം അറ്റ്. വാട്ട് ആർ യു എയിമിംഗ് അറ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ദീസ് ഡേയ്സ്? എ ഗ്രേഡ് ആണ്. ഐ ആം എയിമിംഗ് അറ്റ് എ ഗ്രേഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻസ് ദീസ് ഡേയ്സ്. അവർ ഇപ്പോൾ ആരോടാണ് വിലപേശിക്കൊണ്ടിരിക്കുന്നത്? വിലപേശുക, ബാർഗെയിൻ വിത്ത്. whom are they bargaining with now? കട ഉടമസ്ഥനോടാണ്. they are bargaining with the shopkeeper now. നീ നിന്റെ പഠനം ഈ വർഷം എങ്ങനെയാണ് സുഗമമാക്കിക്കൊണ്ടിരിക്കുന്നത്? സുഗമമാക്കുക, ഫസിലിറ്റേറ്റ്. ഹൗ ആർ യു ഫസിലിറ്റേറ്റിംഗ് യുവർ സ്റ്റഡീസ് ദിസ് ഇയർ? ശരിയായ പ്രാഥമികവൽക്കരണത്തിലൂടെയാണ്. റൈറ്റ് prioritization. I am facilitating my studies through right prioritization this year. ഇപ്പോൾ നിന്റെ പിൻഗാമിയായി നീ ആരെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്? പരിഗണിക്കുക, കൺസിഡർ. പിൻഗാമി, successor. Whom are you considering as your successor now? പ്രതിബദ്ധതയുള്ള ഒരു അനുയായിയാണ്. കമ്മിറ്റഡ്, പ്രതിബദ്ധതയുള്ള അനുയായി, ഫോളോവർ. I am considering a committed follower as my successor now. ഈ കുട്ടികൾ സ്കൂളിൽ എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? How are these children, child singular, children plural, how are these children coming to school these days? നടന്നാണ്, on foot. These children are coming to school on foot these days. FOOD, food, ഭക്ഷണം. FOOT, നടന്ന്. On foot, for food. അവർ എന്തുകൊണ്ടാണ് അവനെ ഈ ദിവസങ്ങളിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ശല്യപ്പെടുത്തുക, ഡിസ്റ്റർബ്. വൈ ആർ ദേ ഡിസ്റ്റർബിംഗ് ഹിം ദീസ് ഡേയ്സ്? ദേ ആർ ഡിസ്റ്റർബിംഗ് ഹിം ബിക്കോസ് ഓഫ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ദീസ് ഡേയ്സ്. സാമ്പത്തിക ഞെരുക്കം കൊണ്ടാണ്, ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. ഈ വർഷം
അവർ ആരെയാണ് അവരുടെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൂം ആർ ദേ? താമസ സൗകര്യം നൽകുക, അക്കോമഡേറ്റ്. ഹൂം ആർ ദേ അക്കോമഡേറ്റിംഗ് ഇൻ their hostel this year? They are accommodating working women in their hostel these days this year. ഈ വർഷം നീ ആരെയാണ് ഫണ്ട് ശേഖരണത്തിനായി അധികാരപ്പെടുത്തിയിട്ടുള്ളത്? ഫണ്ട് മൊബിലൈസേഷൻ, അധികാരപ്പെടുത്തുക. ഓതറൈസ്. Whom are you authorizing for fund mobilization this year? കോളേജ് യൂണിയൻ ലീഡേഴ്സിനെയാണ്. I am authorizing the college union leaders for fund mobilization this year. ഈ ജന്മികൾ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്? പാവപ്പെട്ടവർ, ദ പൂർ. അവകാശങ്ങൾ, റൈറ്റ്സ്. നിഷേധിക്കുക, ഡിനൈ. ജന്മികൾ, ലാൻഡ് ലോർഡ്സ്. വൈ ആർ ദീസ് ലാൻഡ് ലോർഡ്സ് denying the rights of the poor? ആർത്തി കൊണ്ടാണ്, greed. These landlords are denying the rights of the poor because of greed. എന്തുകൊണ്ടാണ് ആ കൊള്ളക്കാർ സമ്പന്നരെ തട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? കൊള്ളക്കാർ, ഡക്കോയിറ്റ്സ്. തട്ടിക്കൊണ്ടുപോവുക, കിഡ്നാപ്പ്. വൈ ആർ ദോസ് ഡക്കോയിറ്റ്സ് കിഡ്നാപ്പിംഗ് ദ റിച്ച്, ദ വെൽത്തി? ദോസ് ഡക്കോയിറ്റ്സ് ആർ kidnapping the rich, the wealthy for ornaments. ആഭരണങ്ങൾക്ക് വേണ്ടിയാണ്. ഈ സ്ത്രീകൾ ഈ ദിവസങ്ങളിൽ എന്താണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്? തയ്ക്കുക, സ്റ്റിച്ച്. വാട്ട് ആർ ദീസ് ലേഡീസ് സ്റ്റിച്ചിങ് these days? These ladies are stitching churidars these days. ആറിനോടൊപ്പം verb plus ing ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെ രൂപീകരിക്കാം? വിശദീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ആറിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുള്ള ചോദ്യ ഉത്തര രൂപീകരണം. വീണ്ടും കാണാം അടുത്ത ആഴ്ച.